മഴ പെയ്യുകയാണ്. ഒരു പഴയ മലയാള സിനിമയിലെ ആ മഴയിലേക്ക് ക്യാമറ പതുക്കെ നീങ്ങുന്നു. മഴയ്ക്കിടയിലൂടെ ഒരു പെൺകുട്ടി വരുന്നു. പേര് ക്ലാര. മലയാളികൾക്ക് അവളെ മറക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ക്ലാരയായി നമ്മളെ വിസ്മയിപ്പിച്ച ആ നടി യഥാർത്ഥത്തിൽ മലയാളിയല്ലായിരുന്നു. ചെന്നൈയിൽ ജനിച്ച തെലുങ്ക് സംസാരിക്കുന്ന കുടുംബത്തിലെ പെൺകുട്ടി. വെറും 15-ാം വയസ്സിൽ സിനിമയിൽ എത്തിയ പെൺകുട്ടി. തമിഴിലും തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലും ഹിന്ദിയിലുമൊക്കെ സാന്നിധ്യം അറിയിച്ച നടി. പിന്നീട് മലയാള സിനിമയിലെ സൗന്ദര്യത്തിന്റെ തന്നെ ഒരു പ്രതീകമായി മാറിയ നടി സുമലത. പക്ഷെ സുമലതയുടെ കഥ ക്ലാരയിൽ അവസാനിച്ചില്ല. ഒരു വശത്ത് തൂവാനത്തുമ്പികളിലെ പ്രണയവും വിഷാദവും നിറഞ്ഞ ക്ലാര, മറ്റൊരു വശത്ത് ന്യൂഡൽഹിയിലെ മരിയ, താഴ്വാരത്തിലെ കൊച്ചുട്ടി, നായർ സാബിലെ പ്രഭ. ഇങ്ങനെ ഓരോ സിനിമയിലും വ്യത്യസ്തമായ മുഖങ്ങൾ. അവസാനം സിനിമയുടെ വെള്ളിത്തിരയിൽ നിന്ന് നേരെ രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ വേദിയിലേക്ക്. ഭർത്താവ് അംബരീഷിന്റെ മരണശേഷം മാണ്ടിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 1,00,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രീയക്കാരി. പിന്നീട് BJP-യിൽ ചേർന്ന നേതാവ്. ഒരു സിനിമാ നടിയുടെ ജീവിതം എങ്ങനെ ഒരു രാഷ്ട്രീയ യാത്രയായി മാറി. 1963 ഓഗസ്റ്റ് 27. അന്നത്തെ മദ്രാസ് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായിരുന്ന മദ്രാസിൽ ഇന്നത്തെ ചെന്നൈയിലാണ് സുമലത ജനിക്കുന്നത്. തെലുങ്ക് സംസാരിക്കുന്ന കുടുംബത്തിലാണ് അവർ വളർന്നത്. ഗുണ്ടൂരിലെ സെന്റ് ജോസഫ്സ് കോൺവെന്റ് സ്കൂളിലായിരുന്നു പഠനം. സിനിമയിലേക്ക് അവർ എത്തിയതും ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടി സിനിമ സ്വപ്നം കണ്ടതിന്റെ ഫലമായിട്ടല്ല. ഒരു സൗന്ദര്യ മത്സരമാണ് ആ വാതിൽ തുറന്നത്. വെറും 15 വയസ്സ്. ആന്ധ്രാപ്രദേശിലെ ഒരു സൗന്ദര്യ മത്സരത്തിൽ സുമലത വിജയിച്ചു. അവളുടെ ചിത്രങ്ങൾ മാസികകളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അത് സിനിമാ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. പ്രശസ്ത നിർമ്മാതാവ് D. രാമനായിഡുവിന് പോലും ആ പെൺകുട്ടിയിൽ ഭാവിയിലെ നായികയെ കാണാനായി. പക്ഷേ സുമലതയുടെ ആദ്യ സിനിമ തമിഴിലായിരുന്നു. ദിശൈ മാറിയ പറവകൾ. 1979 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലൂടെ സുമലത സിനിമയിലെത്തി. ചിത്രത്തിന് ശേഷം മികച്ച പുതുമുഖത്തിനുള്ള അംഗീകാരവും അവർക്ക് ലഭിച്ചു. 15-ാം വയസ്സിൽ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന പെൺകുട്ടിക്ക് മുന്നിൽ പിന്നീട് ദക്ഷിണേന്ത്യൻ സിനിമയുടെ വലിയൊരു ലോകം തന്നെ തുറക്കുകയായിരുന്നു. തമിഴിന് പിന്നാലെ തെലുങ്ക്, പിന്നെ കന്നഡ, പിന്നീട് മലയാളം, ഹിന്ദിയിലും സാന്നിധ്യം. സുമലതയുടെ പ്രത്യേകത ഒരു ഭാഷയിലെ നായികയായി ഒതുങ്ങിയില്ല എന്നതാണ്. കന്നഡയിൽ ഡോക്ടർ രാജ്കുമാറിനോടൊപ്പം അഭിനയിച്ചു. രജനീകാന്തിനൊപ്പവും ചിത്രങ്ങളിൽ നായികയായി. മലയാളത്തിൽ എത്തിയത് 1980-ലെ മൂർഖൻ എന്ന ചിത്രത്തിലൂടെ. ജോഷി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ജയൻ, സീമ എന്നിവരോടൊപ്പം സുമലതയും അഭിനയിച്ചു. അന്ന് മലയാള സിനിമയിൽ ജയൻ എന്ന പേര് ഒരു കൊടുങ്കാറ്റായിരുന്നു. അത്തരമൊരു കാലഘട്ടത്തിലാണ് സുമലത മലയാളത്തിൽ തന്റെ ആദ്യ ചുവടുവെപ്പ് നടത്തുന്നത്. പിന്നീട് കോളിളക്കം പോലുള്ള ചിത്രങ്ങളിലൂടെ ജയനോടൊപ്പം വീണ്ടും അഭിനയിച്ചു. കോളിളക്കം ജയന്റെ അവസാന ചിത്രമായിരുന്നു. പക്ഷേ മലയാളത്തിൽ സുമലതയുടെ യഥാർത്ഥ ഉയർച്ച ഇനിയും വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയ ചിത്രങ്ങളിലൊന്നിലേക്ക് നമുക്ക് പോകാം. തൂവാനത്തുമ്പികൾ. പത്മരാജൻ, മോഹൻലാൽ, പാർവതി, സുമലത. ഇവിടെ സുമലത അവതരിപ്പിച്ചത് ക്ലാര. ഒരു സാധാരണ നായികയല്ല ക്ലാര. സമൂഹത്തിന്റെ കാഴ്ചയിൽ അവൾക്ക് ഒരു നല്ല പെൺകുട്ടി എന്ന നിർവചനം ലഭിക്കണമെന്നില്ല. പക്ഷേ പത്മരാജന്റെ എഴുത്തിൽ ക്ലാരയ്ക്ക് സ്വന്തം തീരുമാനങ്ങളുണ്ട്, സ്വന്തം ആഗ്രഹങ്ങളുണ്ട്, സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള അവകാശബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാര മലയാള സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ പരമ്പരാഗത രൂപത്തെ ചോദ്യം ചെയ്തു. മോഹൻലാലിന്റെ ജയകൃഷ്ണന്റെ ജീവിതത്തിലേക്ക് ക്ലാര കടന്നു വരുന്നത് മഴയോടൊപ്പമാണ്. അവരുടെ ബന്ധം ഒരു സാധാരണ പ്രണയകഥയല്ല. അവിടെ ആകർഷണമുണ്ട്, പ്രണയമുണ്ട്, വേദനയുണ്ട്, അകലം പാലിക്കേണ്ടി വരുന്ന നിമിഷങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി സ്വയം പിന്മാറാനുള്ള ക്ലാരയുടെ തീരുമാനമുണ്ട്. ജയകൃഷ്ണന്റെ ജീവിതത്തിൽ തനിക്ക് ഒരു സ്ഥിരമായ സ്ഥാനം ലഭിക്കണമെന്ന ആഗ്രഹത്തെക്കാൾ അയാളുടെ ജീവിതം തകർന്നു പോകരുതെന്ന ബോധമാണ് ഒടുവിൽ ക്ലാരയെ നയിക്കുന്നത്. അതുകൊണ്ടാണ് ക്ലാരയെ മലയാളികൾ ഇന്നും വെറും ഗ്ലാമർ കഥാപാത്രമായി കാണാത്തത്. അവളുടെ കണ്ണുകളിൽ പ്രണയമുണ്ട്, പക്ഷെ അതേ കണ്ണുകളിൽ ഒരു വിട പറയലിന്റെ വേദനയുമുണ്ട്. സുമലതയുടെ അഭിനയത്തിന്റെ വലിയ ശക്തി അതായിരുന്നു. വലിയ സംഭാഷണങ്ങളില്ലാതെ, ഒരു നോട്ടം കൊണ്ട്, ഒരു പുഞ്ചിരി കൊണ്ട്, ഒരു നിശബ്ദത കൊണ്ട് അവർ ക്ലാരയെ ഓർമ്മയിൽ പതിപ്പിച്ചു. 1987-ലെ തൂവാനത്തുമ്പികൾ ഇന്നും പ്രണയ ചിത്രങ്ങളുടെ പട്ടികയിൽ പ്രത്യേക സ്ഥാനമുള്ള ചിത്രമാണ്. ഇന്ന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മഴയെയും മലയാള സിനിമയിലെ പ്രണയത്തെയും കുറിച്ച് പറയുമ്പോൾ ക്ലാരയെ ഓർക്കുന്നത് യാദൃച്ഛികമല്ല. ചില കഥാപാത്രങ്ങൾ സിനിമയിൽ അഭിനയിക്കപ്പെടുന്നു, ചില കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ ഓർമ്മയിൽ ജീവിക്കുന്നു. ക്ലാര രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടവളാണ്. ക്ലാരയ്ക്ക് ജയകൃഷ്ണനോട് പ്രണയമുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് നിന്നെ സ്വന്തമാക്കണമെന്ന ഉടമസ്ഥതാബോധമുള്ള പ്രണയമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവളുടെ അവസാന തീരുമാനം ഇത്രയും വേദനാജനകവും മനോഹരവുമാകുന്നത്. സമൂഹം ഒരു സ്ത്രീയുടെ മൂല്യത്തെയും ശുദ്ധിയെയും കന്യകാത്വവുമായി ബന്ധിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് ക്ലാര ജീവിക്കുന്നത്.
ജീവിക്കുന്നത്. എന്നാൽ ജയകൃഷ്ണനുമായിട്ടുള്ള ബന്ധത്തിൽ ആ സാമൂഹിക മാനദണ്ഡം അവൾക്ക് നഷ്ടപ്പെടുന്നു. അതിനുശേഷം അവൾ ജയകൃഷ്ണനോട് കൂടുതൽ അടുക്കുന്നു എന്നതിലുപരി തൻ്റെ ജീവിതത്തെക്കുറിച്ച് സ്വന്തം തീരുമാനമെടുക്കുന്ന ഒരു മനുഷ്യ സ്ത്രീയായി മാറുകയാണ്. അവൾ ജയകൃഷ്ണനോട് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്: നീ എന്നെ സ്വീകരിച്ചാൽ മാത്രമേ ഞാൻ പൂർണ്ണയാകൂ എന്നില്ല. ഇതാണ് ക്ലാരയെ അന്നത്തെ സാധാരണ സിനിമാ നായികമാരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത്. എന്നാൽ ജയകൃഷ്ണനോട് അവൾക്ക് പ്രണയമില്ലായിരുന്നോ? ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് സിനിമയുടെ പല സൂചനകളും പറയുന്നത്. അവരുടെ കൂടിക്കാഴ്ചകൾ വെറും ശാരീരിക ബന്ധത്തിന്റെ തലത്തിൽ നിൽക്കുന്നില്ല. ജയകൃഷ്ണനോട് ക്ലാരയ്ക്കുള്ള അടുപ്പത്തിൽ ഒരു ആത്മബന്ധം രൂപപ്പെടുന്നുണ്ട്. പക്ഷെ അതേസമയം ജയകൃഷ്ണന്റെ ജീവിതത്തിൽ മറ്റൊരു സ്ത്രീയുണ്ട്, രാധ. രാധയുമായുള്ള ജയകൃഷ്ണന്റെ ബന്ധം വിവാഹത്തിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ക്ലാരയ്ക്ക് അത് അറിയാം. അവിടെ ക്ലാരയുടെ മനസ്സിൽ ഉണ്ടാകുന്ന വലിയ സംഘർഷം ഇതാണ്: എനിക്ക് അവനെ വേണമോ എന്നതല്ല, എനിക്ക് വേണ്ടി അവന്റെ ജീവിതം തകരണമോ എന്നതാണ്. അതാണ് അവളുടെ പിന്മാറ്റത്തെ കൂടുതൽ മഹത്തമാക്കുന്നത്. ക്ലാരയുടെ പിന്മാറ്റം ഒരു ത്യാഗം മാത്രമല്ല. ഇവിടെയാണ് സിനിമയെ സാധാരണ പ്രണയകഥയായി വായിക്കാതിരിക്കേണ്ടത്. പിന്നെ സോമൻ അവതരിപ്പിക്കുന്ന ആ കഥാപാത്രം, ഇതാണ് സിനിമയിലെ ഏറ്റവും കൗതുകകരമായ ഭാഗങ്ങളിൽ ഒന്ന്. അവസാനത്തിൽ ക്ലാര ഭർത്താവായി സ്വീകരിക്കുന്ന സോമൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം വളരെ ചുരുങ്ങിയ സാന്നിധ്യമുള്ള ആളാണ്. എന്നാൽ അയാൾ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്ന ആ ചെറിയ സമയത്ത് പോലും ക്ലാരയെയും ജയകൃഷ്ണനെയും നോക്കിക്കാണുന്ന രീതി ശ്രദ്ധേയമാണ്. അയാളെ ഒരു വില്ലനായി സിനിമ അവതരിപ്പിക്കുന്നില്ല. അതുപോലെ ജയകൃഷ്ണനെ പോലെ ക്ലാരയുടെ മനസ്സിലേക്ക് കടന്നു കയറുന്ന കഥാപാത്രവുമല്ല. അയാൾ മറ്റൊരു ജീവിതത്തിന്റെ പ്രതിനിധിയാണ്. ജയകൃഷ്ണൻ ക്ലാരയുടെ ജീവിതത്തിലെ തീവ്രതയും ആഗ്രഹവും മഴയും കടലും രാത്രിയുമാണെങ്കിൽ സോമന്റെ കഥാപാത്രം സ്ഥിരതയും സാധാരണ ജീവിതവുമാണ്. ഇതാണ് പത്മരാജൻ ഇവിടെ കാണിക്കുന്ന ഏറ്റവും വലിയ വൈരുദ്ധ്യം. ക്ലാരയ്ക്ക് ജയകൃഷ്ണനോട് ഉണ്ടായിരുന്നത് ഒരു തരം ജീവിതത്തെ കത്തിച്ചു കളയുന്ന പ്രണയം. പക്ഷെ അവസാനം അവൾ തിരഞ്ഞെടുക്കുന്നത് ഒരു പക്ഷെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ബന്ധം. സോമൻ അവതരിപ്പിച്ച കഥാപാത്രം ജയകൃഷ്ണന്റെ പകരക്കാരനല്ല. ജയകൃഷ്ണനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതത്തിന്റെ വാതിലാണ്. അതുകൊണ്ടാണ് തൂവാനത്തുമ്പികൾ ഇന്നും ഇത്രയും ശക്തമായിരിക്കുന്നത്. അതേ വർഷം മറ്റൊരു ചിത്രം, ന്യൂഡൽഹി. ജോഷി സംവിധാനം ചെയ്ത് ഡെന്നി ജോസഫ് തിരക്കഥ എഴുതി മമ്മൂട്ടി നായകനായി സുമലത അവതരിപ്പിച്ച കഥാപാത്രം മരിയ ഫെർണാണ്ടസ്. ഇവിടെ സുമലതയുടെ കഥാപാത്രം ക്ലാരയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ന്യൂഡൽഹിയുടെ ലോകം പ്രണയത്തിന്റെ മഴയല്ല, അത് രാഷ്ട്രീയം, മാധ്യമം, അധികാരം, പ്രതികാരം എന്നിവയുടെ ഇരുണ്ട ലോകമാണ്. മമ്മൂട്ടിയുടെ ജി കൃഷ്ണമൂർത്തി അഥവാ GK ഒരു കാർട്ടൂണിസ്റ്റും അന്വേഷണാത്മക പത്രപ്രവർത്തകനുമാണ്. അവന്റെ ജീവിതത്തിലേക്ക് മരിയ കടന്നു വരുന്നു. മരിയ ഒരു നർത്തകിയാണ്. അവൾക്ക് GKയുമായി പ്രണയബന്ധമുണ്ട്. പക്ഷെ സിനിമയുടെ ഏറ്റവും ക്രൂരമായ വഴിത്തിരിവ് അവളുടെ ജീവിതത്തെയാണ് തകർക്കുന്നത്. രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകൾക്കെതിരായ ഒരു ഗുരുതരമായ ആരോപണം റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന GK അധികാരത്തിന്റെ പ്രതികാരത്തിന് ഇരയാകുന്നു. കള്ളക്കേസുകൾ, ജയിൽ, മാനസിക പീഡനം, ശാരീരിക പീഡനം. അവസാനം പ്രതികാരത്തിന്റെ തീയിൽ നിന്ന് പുറത്തു വരുന്ന GK അവിടെ മരിയ ഒരു നായിക മാത്രമല്ല, GKയുടെ ജീവിതത്തിലെ വ്യക്തിപരമായ വേദനയുടെ പ്രതീകമാണ്. ന്യൂഡൽഹിയുടെ ശക്തി എന്തായിരുന്നു? അതൊരു പ്രതികാരകഥ മാത്രമായിരുന്നില്ല. മാധ്യമവും അധികാരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അത് സംസാരിച്ചിരുന്നു. അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരാളെ അധികാരം എങ്ങനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു കഥയുടെ പ്രധാന സംഘർഷം. 1987 ജൂലൈ 24 പുറത്തിറങ്ങിയ ന്യൂഡൽഹി വൻ വിജയമായി മാറുകയും ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു. മമ്മൂട്ടിയുടെ താരപ്രതിച്ഛയായി വീണ്ടും ഉയർത്തിയ ചിത്രമായും ഇത് വിലയിരുത്തപ്പെടുന്നു. പക്ഷെ ഇവിടെ സുമലതയുടെ പ്രകടനം ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാരണത്താലാണ്. ക്ലാരയെ പോലെ ഇവിടെ അവൾക്ക് മഴയിൽ നിൽക്കേണ്ടതില്ല. പകരം ഒരു മനുഷ്യന്റെ തകർച്ചയ്ക്ക് സാക്ഷിയാകേണ്ടി വരുന്ന സ്ത്രീയായി നിൽക്കണം. മരിയയുടെ ജീവിതത്തിലെ ഭയം, വേദന, സ്നേഹം, പ്രതികാരബോധം, ഈ വികാരങ്ങളാണ് കഥാപാത്രത്തെ ഓർമ്മയിൽ നിർത്തുന്നത്. ചിത്രത്തിന്റെ അവസാന ഘട്ടത്തിലും മരിയ നിർണായകമായ തീരുമാനമെടുക്കുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്: സുമലതയുടെ കഥാപാത്രങ്ങൾ വെറും നായകന്റെ പ്രണയിനികളായിരുന്നില്ല. കഥയുടെ വികാരപരമായ ഭാരത്തിന്റെ ഒരു വലിയ ഭാഗം അവർ വഹിച്ചിരുന്നു. പക്ഷെ സുമലതയുടെ കരിയറിലെ മറ്റൊരു പ്രധാന വശം മലയാളത്തിന് പുറത്തായിരുന്നു. 1987 തെലുങ്ക് ചിത്രം ശ്രുതിലയലു. K. വിശ്വനാഥിന്റെ സംഗീതാധിഷ്ഠിത ചിത്രത്തിൽ സുമലതയുടെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള നന്ദി അവാർഡ് ലഭിച്ചു. അതായത് മലയാളികൾക്ക് ക്ലാര, തെലുങ്കുകാർക്ക് നന്ദി അവാർഡ് നേടിയ നടി, കന്നഡക്കാർക്ക് അംബരീഷിനോടൊപ്പം അഭിനയിച്ച താരം, തമിഴിൽ 15-ാം വയസ്സിലെത്തിയ പുതുമുഖം. സുമലത ഒരു ഭാഷയുടെ മാത്രം നടിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സുമലതയെ വെറും ക്ലാര എന്ന ഒറ്റ കഥാപാത്രത്തിലൂടെ മാത്രം വിലയിരുത്തുന്നതും ശരിയല്ല. അവളുടെ കരിയർ പരിശോധിച്ചാൽ വ്യത്യസ്ത സിനിമാ ലോകങ്ങളിൽ സ്വാഭാവികമായി മാറിപ്പോകാൻ കഴിഞ്ഞ ഒരു നടിയെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഭരതൻ സംവിധാനം ചെയ്ത സുമലത കൊച്ചുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രമാണ് താഴ്വാരം. ഇത് വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ്. പ്രതികാരമാണ് കഥയുടെ കേന്ദ്രം. ബാലൻ എന്ന കഥാപാത്രം തന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ ആളെ തേടി ഒരു മലയോര താഴ്വാരത്തിലെത്തുന്നു. അവിടെ അയാൾ മറ്റൊരു പേരിൽ കഴിയുകയാണ്. അവനെ ചുറ്റിപ്പറ്റിയുള്ള ആ ചെറിയ ലോകത്താണ് കൊച്ചുട്ടി. കൊച്ചുട്ടി ഒരു ആക്ഷൻ കഥാപാത്രമല്ല, അവൾ പ്രതികാരത്തിന്റെ ഭാഗവുമല്ല. പക്ഷെ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാനുഷിക സാന്നിധ്യങ്ങളിൽ ഒന്നാണ് മോഹൻലാലിന്റെ ബാലൻ. ഉള്ളിൽ കത്തുന്ന പ്രതികാരവുമായി നടക്കുന്ന മനുഷ്യൻ. സലീം കൗസർ
ഹൗസിന്റെ രാജു, അപകടകരമായ ഇരുണ്ട കഥാപാത്രം. അവർക്കിടയിലെ സംഘർഷത്തിനിടയിൽ കൊച്ചുട്ടി ഒരു ആശ്വാസമാണ്. അവളുടെ സ്നേഹം സിനിമയിലെ ക്രൂരതയ്ക്ക് ഒരു മാനുഷിക വിരാമം നൽകുന്നുണ്ട്. ഇവിടെ സുമലതയുടെ അഭിനയത്തിന്റെ മറ്റൊരു പ്രത്യേകത കാണാം. വലിയ സംഭാഷണങ്ങളില്ലാതെ ഒരു കഥാപാത്രത്തെ ഓർമ്മയിൽ നിർത്തുക. തൂവാനത്തുമ്പികളിൽ അത് ക്ലാരയുടെ നിശബ്ദതയായിരുന്നു. താഴ്വാരത്തിൽ അത് കൊച്ചുട്ടിയുടെ സ്നേഹമായിരുന്നു. ഭരതന്റെ ദൃശ്യഭാഷയും MTയുടെ എഴുത്തും ചേർന്ന താഴ്വാരം പിന്നീട് മലയാളത്തിലെ ശ്രദ്ധേയമായ കൾട്ട് ചിത്രങ്ങളിൽ ഒന്നായി മാറി. 1991 ഡിസംബർ 8 സുമലതയുടെ ജീവിതത്തിൽ മറ്റൊരു വലിയ അധ്യായം. കന്നഡ സിനിമയിലെ പ്രശസ്ത നടനും പിന്നീട് രാഷ്ട്രീയക്കാരനുമായ അംബരീഷിനെ അവർ വിവാഹം കഴിച്ചു. ഇവർക്ക് ഒരു മകൻ പിറന്നു, അഭിഷേക് അംബരീഷ്. അംബരീഷിനോടൊപ്പം സുമലത സിനിമയിലും അഭിനയിച്ചിരുന്നു. ഇരുവരുടെയും ബന്ധം സിനിമയിൽ നിന്ന് കുടുംബജീവിതത്തിലേക്ക് നീങ്ങി. പക്ഷേ 2018 നവംബർ 24 അംബരീഷ് അന്തരിച്ചു. അതോടെ സുമലതയുടെ ജീവിതത്തിൽ വീണ്ടും വലിയൊരു വഴിത്തിരിവ്. ഇന്ന് അവർ വെറും നടിയല്ല, മണ്ഡ്യയിലെ ജനങ്ങൾക്ക് പരിചിതമായ ഒരു കുടുംബത്തിന്റെ ഭാഗമായിരുന്ന സുമലത രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയായിരുന്നു. കർണാടകയിലെ മണ്ഡ്യ ലോക്സഭാ മണ്ഡലം സുമലത സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചു. അവിടെ എതിർ സ്ഥാനാർത്ഥി നിഖിൽ കുമാരസ്വാമി, മുൻ മുഖ്യമന്ത്രി HD കുമാരസ്വാമിയുടെ മകൻ. രാഷ്ട്രീയമായി വളരെ ശക്തമായ ഒരു കുടുംബത്തിനെതിരെയാണ് ഒരു സിനിമാ നടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇറങ്ങുന്നത്. പക്ഷെ ബലം വന്നപ്പോൾ സുമലത ജയിച്ചു. 1.5 ലക്ഷത്തിനടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അവർ വിജയിച്ചത്. അങ്ങനെ ലോക്സഭയിലെ സ്വതന്ത്ര MP ആയി അവർ മാറി. ഇവിടെയാണ് സുമലതയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമാറ്റിക് ട്വിസ്റ്റ്. സിനിമയിൽ നായികയെ കാണാൻ തിയേറ്ററിൽ എത്തിയ ജനങ്ങൾ ഇപ്പോൾ അവളുടെ പ്രസംഗം കേൾക്കാൻ രാഷ്ട്രീയ വേദിയിലേക്ക് എത്തുന്നു. 2024 രാഷ്ട്രീയ ജീവിതത്തിൽ വീണ്ടും ഒരു നിർണായക തീരുമാനം. മണ്ഡ്യ സീറ്റ് BJP-JDS സഖ്യത്തിൽ JDSന് ലഭിച്ചതോടെ സുമലത വീണ്ടും മണ്ഡ്യയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. തുടർന്ന് 2024 ഏപ്രിൽ 5 അവർ BJPയിൽ ഔദ്യോഗികമായി ചേർന്നു. അതോടെ ഒരു സ്വതന്ത്ര MPയിൽ നിന്ന് അവർ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായ നേതാവായി മാറി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചില്ല. 2026 ലഭ്യമായ റിപ്പോർട്ടുകളിൽ സുമലതയെ രാജ്യസഭയിലേക്ക് പരിഗണിക്കുമോ എന്ന തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടായിരുന്നെങ്കിലും അതൊരു സാധ്യതാ ചർച്ച മാത്രമാണ്. ഔദ്യോഗികമായി രാജ്യസഭാ അംഗമായതായുള്ള സ്ഥിരീകരണമില്ല. അതുകൊണ്ട് ഇന്നത്തെ സുമലതയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൃത്യമായ വിശേഷണം മുൻ മാണ്ഡ്യ ലോക്സഭാ MP, നിലവിൽ BJP അംഗമായ നടി, രാഷ്ട്രീയ പ്രവർത്തക എന്നെല്ലാമാണ്. ഒരു നടിയുടെ ജീവിതത്തിൽ ചില കഥാപാത്രങ്ങൾ വരും പോകും. പക്ഷെ ചില കഥാപാത്രങ്ങൾ നടിയുടെ പേരിനൊപ്പം എന്നേക്കുമായി ചേരും. സുമലതയ്ക്ക് അത് ക്ലാരയാണ്. പക്ഷെ സുമലത ക്ലാര മാത്രമല്ല, അവൾ ന്യൂഡൽഹിയിലെ മരിയയാണ്, താഴ്വാരത്തിലെ കൊച്ചുട്ടിയാണ്, ഇസബെല്ലയിലെ ഇസബെല്ലയാണ്, തെലുങ്കിലെ പുരസ്കാര ജേതാവായ നടിയാണ്, കന്നഡ സിനിമയിലെ താരമാണ്, അംബരീഷിന്റെ ജീവിത പങ്കാളിയാണ്, അഭിഷേകിന്റെ അമ്മയാണ്, മണ്ഡ്യയിലെ സ്വതന്ത്ര MP ആണ്, ഇന്ന് BJPയിലെ രാഷ്ട്രീയ പ്രവർത്തകയാണ്, 15-ാം വയസ്സിൽ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന ഒരു പെൺകുട്ടി. 6 പതിറ്റാണ്ടിനടുത്തുള്ള ജീവിതയാത്രയിൽ സിനിമയും കുടുംബവും രാഷ്ട്രീയവും കടന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സുമലതയുടെ കഥ ഒരു നടിയുടെ കഥ മാത്രമല്ല, ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊരു കഥാപാത്രത്തിലേക്ക് മാറിക്കൊണ്ടിരുന്ന ഒരു ജീവിതത്തിന്റെ കഥയാണ്. മഴയിൽ ക്ലാരയായി നിന്ന ആ പെൺകുട്ടി ഒടുവിൽ യഥാർത്ഥ ജീവിതത്തിന്റെ രാഷ്ട്രീയ വേദിയിലും സ്വന്തം സ്ഥാനം കണ്ടെത്തി. അതാണ് സുമലതയുടെ കഥ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇതിഹാസ താരത്തോടൊപ്പമുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.